നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിന് വേണ്ടി ഇപ്പോഴും മികച്ച പ്രകടനം നടത്താൻ ക്രൊയേഷ്യൻ സൂപ്പർ താരമായ ലൂക്ക മോഡ്രിച്ചിന് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, അദ്ദേഹം മുൻപ് ബാലൻഡിയോർ പുരസ്കാരം നേടിയിട്ടുണ്ട്. മാത്രമല്ല, ഫുട്ബോൾ ലോകത്തെ പല ഇതിഹാസങ്ങൾക്കുമൊപ്പം അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഏതായാലും പുതുതായി നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ഒരു 6 എ സൈഡ് ടീമിനെ തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അതായത് 6 താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടീമിനെ തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഐക്കണുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടീമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ളത്. അവിടെ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് റയൽ മാഡ്രിഡ് ഇതിഹാസമായ ഐക്കർ കസിയസിനെയാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രതിരോധ നിരയിൽ ഇറ്റാലിയൻ ഇതിഹാസമായ മാൾഡീനിയും ബ്രസീലിയൻ സൂപ്പർ താരമായിരുന്ന റോബർട്ടോ കാർലോസും വരുന്നു. അതുപോലെ തന്നെ മധ്യനിരയിൽ സിനദിൻ സിദാനും മറഡോണയുമാണ് വരുന്നത്. ഇനി സ്ട്രൈക്കർ പൊസിഷനിൽ ബ്രസീലിയൻ ഇതിഹാസമായ റൊണാൾഡോ നസാരിയോയാണ് വരുന്നത്. ഇങ്ങനെയാണ് ലൂക്ക മോഡ്രിച്ചിൻ്റെ ഒരു 6 എ സൈഡ് ടീം വരുന്നത്. ഐക്കൺസിനെയാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്രിസ്ത്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സി എന്നിവരെയൊന്നും അദ്ദേഹം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 5 എ സൈഡ് ടീം, ഒരു ഓൾ പ്ലെയേഴ്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 5 എ സൈഡ് ടീമിനെ തിരഞ്ഞെടുക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു. അതിൽ റയൽ മാഡ്രിഡ് താരങ്ങളുടെ ഒരു ആധിപത്യമാണ് നമുക്ക് കാണാൻ കഴിയുക. സെർജിയോ റാമോസിനെ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടോണി ക്രൂസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ റാക്കിറ്റിച്ച്, ഗാരത്ത് ബെയിൽ, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇപ്പോൾ മോഡ്രിച്ചിൻ്റെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രിയപ്പെട്ട താരങ്ങൾ വരുന്നത്. നമുക്കറിയാം, ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം ഒരുപാട് കാലം കളിച്ചിട്ടുള്ള താരമാണ് ലൂക്ക മോഡ്രിച്ച്. അതുപോലെ തന്നെ ലയണൽ മെസ്സിക്കെതിരെ ഒരുപാട് കാലം കളിച്ചിട്ടുള്ള താരമാണ് ലൂക്ക മോഡ്രിച്ച്. ഏതായാലും അടുത്ത മത്സരത്തിൽ റയൽ മാഡ്രിഡ് ഇനി UCL ലിവർപൂളിനെയാണ് നേരിടുക. ആ ഒരു മത്സരത്തിൽ പകരക്കാരൻ്റെ വേഷത്തിലായിരിക്കും ഈ ഒരു താരത്തിന് അവസരം ലഭിക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.